ഏറെ വിവാദങ്ങളിൽപ്പെട്ടതായിരുന്നു ഈ അവസാനം നടന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ്. വിവാദങ്ങൾ കത്തിക്കയറുമ്പോഴും അധികാരം പിടിക്കാൻ നിതീഷ് പണമെറിഞ്ഞ് ബീഹാറികളെ കയ്യിലെടുക്കാൻ നടത്തിയ രാഷ്ട്രീയ മര്യാദ പാലിക്കാത്ത കുതന്ത്രങ്ങൾ ഇപ്പോൾ NDAയ്ക്ക് തന്നെ തിരിച്ചടിയായി കഴിഞ്ഞു. കാരണം തെരഞ്ഞെടുപ്പ് മാമാങ്കങ്ങൾ ഒരുപാട് ആസൂത്രണം ചെയ്ത രാഷ്ട്രീയ ചാണക്യനാണ് ജൻസൂരജ് പാർട്ടിയുടെ അമരക്കാരനായ പ്രശാന്ത് കിഷോർ. ഇപ്പോൾ NDAയ്ക്കെതിരെ കോടതിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രശാന്ത് കിഷോറിൻ്റെ ജൻസൂരജ് പാർട്ടി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ പ്രഖ്യാപിച്ചതിന് ശേഷം മുഖ്യമന്ത്രി മഹിളാ റോജ്ഗർ യോജന പ്രകാരം സ്ത്രീകൾക്ക് 10,000 രൂപ വീതം കൈമാറിയതിലൂടെ ബീഹാർ സർക്കാർ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് പാർട്ടി ഹർജിയിൽ ആരോപിച്ചു. സംസ്ഥാനത്തെ സ്ത്രീ വോട്ടർമാർക്ക് നേരിട്ട് പണം കൈമാറുന്നതിനെതിരെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324 എല്ലാ തെരഞ്ഞെടുപ്പുകളുടെയും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൻ്റെ മേൽനോട്ടം, നിർദ്ദേശം, നിയന്ത്രണം എന്നിവയടങ്ങിയ നിർദ്ദേശം, ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 123 എന്നിവ പ്രകാരം നടപടിയെടുക്കാൻ തിരഞ്ഞെടുപ്പ് പാനലിനോട് നിർദ്ദേശം നൽകണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ജൻസൂരജ് പാർട്ടി രൂപീകരിക്കുന്നതിന് മുൻപ് തൊട്ടതെല്ലാം പൊന്നാക്കിയ മാന്ത്രികൻ എന്നാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി കസേരയിലിരുത്തിയ തന്ത്രങ്ങളുടെ സൂത്രധാരൻ. ഇദ്ദേഹത്തിൻ്റെ മാജിക്കൽ മൂവ്മെൻറ്റിലൂടെ അധികാരത്തിൽ കയറിയ മമതാ ബാനർജി, ഉദ്ധവ് താക്കറെ, അമരീന്ദർ സിംഗ്, ജഗ്മോഹൻ റെഡ്ഡി, അരവിന്ദ് കെജ്രിവാൾ, MK സ്റ്റാലിൻ അടക്കമുള്ളവർ പ്രശാന്ത് കിഷോറിൻ്റെ ചാണക്യതന്ത്രങ്ങളുടെ മധുരം അറിഞ്ഞവരാണ്. ഒരിടത്തും പ്രശാന്തിന് പിഴച്ചിരുന്നില്ല. ഒടുവിൽ ജൻസൂരജ് എന്ന സ്വന്തം പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ബീഹാർ തിരഞ്ഞെടുപ്പിൽ അംഗത്തിനിറങ്ങിയ പ്രശാന്ത് കിഷോറിന് പക്ഷേ അവിടെ പിഴച്ചു. ഒന്നെങ്കിൽ സിംഹാസനത്തിൽ അല്ലെങ്കിൽ തറയിൽ എന്നാണ് ബീഹാറിലെ 243 സീറ്റിലും സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് പ്രശാന്ത് കിഷോർ പ്രഖ്യാപിച്ചത്. 150 സീറ്റിന് മുകളിൽ കിട്ടുമെന്ന്, അതിൽ കുറഞ്ഞതുള്ളതെല്ലാം പരാജയമായി കണക്കാക്കുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ അദ്ദേഹം നേരിട്ടത്. പക്ഷേ അവിടെ പ്രശാന്തിൻ്റെ തന്ത്രങ്ങൾ തകർന്നു. ബീഹാർ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നു, പക്ഷേ തെളിവില്ല എന്ന് തോൽവിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞിരുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പിലെ തോൽവി തകർത്ത് കളഞ്ഞുവെന്നും എന്നാൽ തങ്ങളുടെ പ്രചരണത്തിന് അടിത്തട്ടിൽ ഓളമുണ്ടാക്കാൻ സാധിച്ചു എന്നും പറയുന്നു. 1 മാസം നീണ്ട ജൻസൂരജ് യാത്രയിൽ തൻ്റെ ടീം സംസ്ഥാനത്ത് നിന്ന് ശേഖരിച്ച ഫീഡ്ബാക്കുമായി സാമ്യമില്ലാത്ത തരത്തിലായിരുന്നു തെരഞ്ഞെടുപ്പിൽ വന്ന ട്രെൻഡ്. അതുകൊണ്ട് തന്നെ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നുവെന്നും പ്രശാന്ത് കിഷോർ പ്രതികരിച്ചിരുന്നു. ചില അദൃശ്യ ശക്തികൾ കളിച്ചു എന്ന് വേണം കരുതാൻ. ചിലർ തന്നോട് ആവശ്യപ്പെടുന്നത് ശബ്ദമുയർത്താനും വോട്ടിംഗ് തന്ത്രങ്ങളിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് പറയാനുമാണ്. എൻ്റെ പക്കൽ അതിനുള്ള തെളിവില്ല. പക്ഷേ ചില കണക്കുകൾ ഒരിക്കലും കൃത്യമാകുന്നുമില്ല. പ്രാഥമിക പരിശോധനയിൽ മനസ്സിലാകുന്നത് കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ജനങ്ങൾ ഇതുവരെ കേട്ടിട്ട് പോലുമില്ലാത്ത പാർട്ടികൾക്ക് ലക്ഷക്കണക്കിന് വോട്ട് കിട്ടി. ഈ വെളിപ്പെടുത്തലും വോട്ട് കൊള്ള എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെ സാധൂകരിക്കുന്നതാണ്. രാഷ്ട്രീയ ചാണക്യനായ പ്രശാന്ത് കിഷോർ നമ്മൾ മുകളിൽ സൂചിപ്പിച്ചതുപോലെ ഇന്നലത്തെ മഴയത്ത് പൊട്ടിമുളച്ച ഒരു തകരയല്ല. രാഷ്ട്രീയ ഉലയിൽ ഊതിക്കാച്ചിയെടുത്ത് കാരിരുമ്പ് തന്നെയാണ് അദ്ദേഹം. ഐക്യരാഷ്ട്ര സംഘടനയിൽ 8 വർഷത്തോളം അന്താരാഷ്ട്ര രാഷ്ട്രീയക്കാരുമായി ഇടപഴകിയ ശേഷമാണ് പ്രശാന്ത് കിഷോർ ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. അന്താരാഷ്ട്ര രാഷ്ട്രീയമല്ല ഇന്ത്യയിലെന്ന് മനസ്സിലാക്കിയ പ്രശാന്ത് പക്ഷേ അവിടെ പയറ്റിയ തന്ത്രങ്ങൾ ഇവിടെ കുതന്ത്രങ്ങളാക്കി തൊടുത്തുവിട്ടു. പ്രശാന്തിൻ്റെ ആവനാഴിയിൽ ഇനിയും തൊടുക്കാൻ അമ്പുകൾ അവശേഷിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ബീഹാറിൽ തെളിയുന്നത്. നിതീഷ് കുമാറിനും BJPക്കും ഒരു കനത്ത തിരിച്ചടി തന്നെയാകും ഇത്. തിരഞ്ഞെടുപ്പ് കാലത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൻ്റെയും സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പിനായി ഭരണഘടന നൽകുന്ന ഉറപ്പിൻ്റെയും ലംഘനമാണ് നടത്തിയത് എന്നാണ് ജൻസൂരജ് പാർട്ടി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നത്. പ്രഥമ ദൃഷ്ടിയിൽ തന്നെ ഹർജി നിരാകരിക്കാതെ സുപ്രീം കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചു. തിരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടർമാർക്ക് പണം നൽകുന്നത് ഭരണഘടനയിലെ 14, 21, 112, 202, 324 എന്നീ വകുപ്പുകളുടെ ലംഘനമാണ് എന്നാണ് പ്രശാന്ത് ചൂണ്ടിക്കാണിക്കുന്നത്. ഭരണഘടനയിലെ 324 ജനപ്രാതിനിധ്യ നിയമത്തിലെ 121 വകുപ്പ് പ്രകാരം നടപടി സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്നും സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല, സംസ്ഥാന സർക്കാരിൻ്റെ ജീവിക പദ്ധതിക്ക് കീഴിൽ സ്വയം സഹായ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് 1.80 ലക്ഷത്തോളം വനിതാ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുപ്പിൻ്റെ 2 ഘട്ടങ്ങളിലും
പോളിംഗ് ബൂത്തുകളിൽ വിന്യസിപ്പിച്ചതിനെ ഹർജിയിൽ ചോദ്യം ഉയർത്തിക്കഴിഞ്ഞു. ഇതെല്ലാം പരിഗണിച്ച് 2025 ബീഹാർ തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നും വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണമെന്നുമാണ് ജൻസൂരജ് പാർട്ടി കോടതിയോട് ആവശ്യപ്പെട്ടത്. ഇതിന് പുറമെയാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ബീഹാറിൽ അട്ടിമറി നടന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞത്. പുറകെ അതാ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ്റെ ഭർത്താവ് കൂടിയായ പരകാല പ്രഭാകർ ഉന്നയിച്ച പ്രധാന വാദങ്ങൾ രാജ്യത്തുയരുകയാണ്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അത് ഏത് ഗോപുരറയിലെ അറപ്പുര വാതിൽ പൊളിച്ചിട്ടാണെങ്കിലും നിയമമനുശാസിക്കുന്ന വിധി വരും. ജാമ്യം പോലും കിട്ടാതെ കാലത്തിൻ്റെ കാവ്യനീതിയിൽ അകപ്പെടും അപരാധികൾ. അതിനുള്ള നീക്കമാണ് രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് തൊടുത്തുവിടുന്നത്. രാജ്യത്തിൻ്റെ നീതിന്യായ വകുപ്പിൽ വിശ്വാസമർപ്പിച്ചാണ് ഇപ്പോൾ രാജ്യം മുന്നോട്ട് പോകുന്നത്. കാരണം മറ്റെല്ലാം മോദിയുടെ കാൽക്കീഴിലാണ്. പരമോന്നത നീതിപീഠം രാജ്യത്തെ സംരക്ഷിക്കുമെന്ന വിശ്വാസം ബാക്കി വെച്ചുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.